ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ഹെൽത്തി വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നല്ല ന്യൂട്രീഷ്യസ് ആയ പപ്പായ ബനാന സ്മൂത്തിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു സ്മൂത്തി വെയ്റ്റ് ലോസ് ചെയ്യുന്നതിനോടൊപ്പം ഷുഗർ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹാർട്ട് ഹെൽത്തിനുമൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താറുള്ള അപ്പം, ഇടിയപ്പം, ഇഡലി, ദോശ എന്നിവയ്ക്ക് പകരമായാണ് ഈ ഒരു സ്മൂത്തി കഴിക്കേണ്ടത്. അതായത് ഇത് വെയ്റ്റ് ലോസ് റീപ്ലേസ്മെൻറ്റ് സ്മൂത്തിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹെൽത്തി വെയ്റ്റ് ലോസ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ഈ പപ്പായ നല്ല വലിപ്പമുള്ള പപ്പായയാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഹാഫ് പോർഷനിൽ നിന്നും മുക്കാൽ ഭാഗമാണ് ഞാൻ ഈ സ്മൂത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു മീഡിയം സൈസ് പപ്പായയാണെങ്കിൽ അതിൻ്റെ പകുതി പോർഷൻ മുഴുവനായി നിങ്ങൾക്ക് ഈ സ്മൂത്തിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പപ്പായയുടെ തൊലി കളയുക, അതിനുശേഷം ഈ വൈറ്റ് പോർഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. കുരുവുണ്ടെങ്കിൽ കുരുവ് നീക്കുക. ഈ പപ്പായക്കകത്ത് അങ്ങനെ സീഡ്സ് ഒന്നുമില്ല. ചില പപ്പായക്കകത്ത് സീഡ്സ് കാണാറില്ല. ഞാനിത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പപ്പായയാണ്. ഇനി സീഡ്സ് ഉണ്ടെങ്കിൽ ആ സീഡ്സ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ സി, മിനറൽസ്, ഫൈബർ തുടങ്ങിയ ധാരാളം പോഷകങ്ങളടങ്ങിയ നല്ലൊരു ഫ്രൂട്ടാണ് പപ്പായ. കൂടാതെ ഇതിന് കലോറിയും വളരെ കുറവാണ്. ഈ 4 പീസിൽ നിന്ന് ഞാൻ 3 പീസാണ് എടുക്കുന്നത്. ഒരെണ്ണം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈമാണ് ദഹനശേഷി മെച്ചപ്പെടുത്തി വെയ്റ്റ് ലോസിനെ സഹായിക്കുന്നത്. കൂടാതെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, വൈറ്റമിൻ എ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിൻ്റെ മെറ്റബോളിസം കൂട്ടുന്നതിനും സഹായിക്കുന്നു. ഇതുമാത്രമല്ല, പപ്പായ നമ്മുടെ ബോഡിയിൽ നല്ലൊരു ക്ലെൻസറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്നത്. കട്ട് ചെയ്തെടുത്ത പപ്പായ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് പഴം. ഒരു മീഡിയം സൈസുള്ള പഴം എടുക്കുക. ഈ പഴം 2-3 കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നാച്ചുറൽ എനർജി ബൂസ്റ്ററാണ് പഴം. ഇത് ബ്ലോട്ടിംഗ്, കോൺസ്റ്റിപ്പേഷൻ എന്നിവ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ഫാറ്റ് ബേൺ ചെയ്യാൻ കൂടെ സഹായിക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല ന്യൂട്രിയൻസും അടങ്ങിയിരിക്കുന്ന നല്ലൊരു ഫ്രൂട്ട് കൂടിയാണ് പഴം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാലിൽ പ്രോട്ടീനും കാൽഷ്യം എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് തൈര്. 3/4 കപ്പ് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഗട്ട് ഹെൽത്ത് ബാക്ടീരിയ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് തൈര്. തന്നെയുമല്ല, കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതിരിക്കാൻ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത്. ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ്. ഇതിൽ ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. പപ്പായയ്ക്ക് നല്ല മധുരമുണ്ട്. പിന്നെ പഴമാണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത്. പഴത്തിനും നാച്ചുറൽ സ്വീറ്റ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മധുരം ആവശ്യമാണെങ്കിൽ തേൻ ചേർക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാര ഒട്ടും ഇതിലേക്ക് ചേർക്കരുത്. സ്മൂത്തി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സീഡ്സ് നിങ്ങൾക്ക് തികച്ചും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടെങ്കിൽ സീഡ്സ് ആഡ് ചെയ്യാം. അതല്ല സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾക്കിതിലേക്ക് സീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അല്പം പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കട്ട് ചെയ്തെടുത്ത ഫ്രഷ് പപ്പായ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെയ്റ്റ് ലോസ് സ്മൂത്തി ഇവിടെ തയ്യാറായി. ഇത് മീൽ റീപ്ലേസ്മെൻറ്റ് സ്മൂത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടാണ് ഈ ഒരു സ്മൂത്തി നിങ്ങൾക്ക് കഴിക്കേണ്ടത്. നല്ല വെയ്റ്റ് ലോസ് റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു സ്മൂത്തി കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഹൈ പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി ഉൾപ്പെടുത്തുക. കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. മധുരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സ് ധാരാളമായി കഴിക്കുന്നവരാണെങ്കിൽ അതും ഒഴിവാക്കണം. നന്നായി വെള്ളം കുടിക്കുക. രാത്രിയിൽ 8 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെയ്റ്റ് ലോസ് കുറയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷനും റെസിപ്പിയും എല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊരു സ്മൂത്തി തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡയറ്റ് റെസിപ്പീസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്